ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലായിട്ടും പിന്നെ നമ്മുടെ നേരത്തെ റിംഗ് ടാങ്കിലായിട്ടും ഒക്കെ ഇട്ടിരുന്നത് അത്യാവശ്യം നല്ലപോലെ പടർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെറിയ ചെറിയ ഒരു ടാങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്കൂടെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ടാങ്കിന് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ വൈകിപ്പിക്കുന്നില്ല, നിങ്ങളൊക്കെ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ടാങ്കാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടവർക്കറിയാം, നമ്മുടെ ആ ഒരു റിങ്ങിലും നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ ഇതിൽ നിന്നാണ് പ്ലാന്റ് കിളിപ്പിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി നട്ടത്. ഇപ്പോൾ ഇത് കുറച്ച് നിൽപ്പുണ്ട്. ഇതിൽ വെള്ളം കാര്യങ്ങളൊന്നുമില്ല, വെള്ളമൊക്കെ പറ്റിപ്പോയി. ഇനി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ള പ്ലാന്റ് കൂടെ മൊത്തം പോവും, കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനിയും ഈ ഒരു ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിനിയും സെറ്റ് ചെയ്യേണ്ട വേറൊരു ടാങ്ക് ഉണ്ട്. ഇതിലെന്തായാലും വെള്ളം കാര്യങ്ങളും മതി കൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് നിന്ന് 2 തൈ എടുത്ത് മെറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതിനകത്തും ഒരു ചെറുത് എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കാം. എന്തായാലും നമുക്ക് ഫുള്ള് സെറ്റപ്പിലേക്ക് പോകാം. എന്തായാലും നമ്മുടെ ആ ഒരു ടാങ്കിൽ പകുതി കാര്യങ്ങളെല്ലാം സെറ്റാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വേറൊരു ബേസിനുണ്ട്, അതിലൂടെ നമുക്ക് മണ്ണൊക്കെ നിറച്ച് അതിൽ നിന്നൊരു പ്ലാന്റൊക്കെ പിന്നെ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഒരു പ്ലാന്റൊക്കെ എടുത്ത് നട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്തായാലും ഗൈസ് ഇതിൻ്റെ ഇതാണ് നമ്മൾ ആ ഒരു പറഞ്ഞ ബേസിന്. ഇതിൻ്റെ കോലമൊന്നും കണ്ട് കാര്യം ഞെട്ടണ്ടായി. ഇതൊരു മൂലയ്ക്ക് ഉപയോഗിക്കാതിട്ടിരിക്കുന്നതായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പ്ലാറ്റിയും കിപ്പികളെയൊക്കെ വളർത്തിയ ഒരു ബേസിനാണ് നിങ്ങൾ കാണുന്നത്. തുടക്കത്തിലൊന്നും നമുക്ക് അതേപോലെ ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ ഒരു റിംഗ് ടാങ്കോ ഒന്നും നമുക്ക് കാണത്തില്ല. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ബേസിലായിരിക്കും നമ്മൾ മീനെ വളർത്തുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബേസിനൊന്ന് കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതിൽ മണ്ണും കാര്യങ്ങളൊക്കെ കണ്ട് അടിയിൽ ചെറിയ പൊട്ടലും കാര്യങ്ങളും ഉണ്ടോ എന്നും കൂടി സംശയമുണ്ട്. അങ്ങനെ പൊട്ടലോ വല്ല ഉണ്ടെങ്കിൽ തരാം നമ്മുടെ MCയിൽ വെച്ചിട്ട് നമുക്ക് മൊത്തം സീൽ ചെയ്തെടുക്കണം. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് നോക്കാം ഇതിന് പൊട്ടലും കാര്യങ്ങളുണ്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ബേസിൽ നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഉരച്ച് കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കുക. നമ്മളിത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് വെള്ളം പിടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ കുറച്ച് ലീക്കും കാര്യങ്ങളും കണ്ടായിരുന്നു. പെട്ടെന്നൊന്നും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണാൻ പറ്റും. എന്തായാലും എന്തിനും ഏതിനും സൊല്യൂഷനുള്ള ഈ ലോകത്ത് നമുക്ക് ഇതിനും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിന് ഈ കാണുന്ന MCയിൽ തന്നെ ധാരാളം കുറച്ച് MCയിലെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിൽ മൊത്തം പൊട്ടലുള്ള ആ ഭാഗത്ത് മൊത്തം നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ എവിടെയൊക്കെ പൊട്ടൽ കണ്ടോ നമ്മൾ അവിടെയൊക്കെ ഈ MCയിൽ വെച്ച് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇതിൽ MCയിൽ തേച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും മണ്ണൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ഇത് ഉണങ്ങാൻ വെക്കണം. ഇത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ടാങ്കിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് കൊടുക്കാം. അങ്ങനെ ആ ഒരു ബേസും കൊണ്ട് നേരെ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും പിടിച്ച് നമ്മുടെ പഴയ ആ ഒരു സെറ്റ് ആയിരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകും. ഇത് ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് കലക്കലൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നെ അത് പെതിയെ മാറി ക്ലിയർ ആയിട്ട് വന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നത്. നേരത്തേക്ക് ഇതിൽ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് അത് കിളിക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കത്തുള്ളായിരുന്നു. എന്തായാലും ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും വിചാരിച്ച അത്രയും വെള്ളമൊന്നും കലങ്ങിയിട്ടില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഇനി നമ്മുടെ റിങ്ങിൽ നിന്നുള്ള പ്ലാന്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ആ ബേസിലോട്ട് മാറ്റാം. ഒരു പ്ലാന്റ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് അതിലെ പ്ലാന്റ്സ് ഓവറായിട്ട് വളരാതിരിക്കുക. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ 2 ചെറിയ ടാങ്കുകൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞത് ഒന്നാമത്തെ വഴിയാണ്. നമുക്ക് രണ്ടാമത്തെ വഴിയായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് എടുത്ത് നേരിട്ടങ്ങ് കളഞ്ഞാൽ മതി. പക്ഷേ ഇത്ര നല്ല ഗ്രോത്തോടെ കളിക്കുന്ന പ്ലാന്റ് കാണുമ്പോൾ അങ്ങോട്ട് കളയാനും മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബേസിൻ്റെ ഇടാനുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബേസിനെ കൊണ്ട് അങ്ങനെ നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിൻ്റെ അടുത്തോട്ട് നമ്മൾ പ്ലാന്റും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ ബേസിൻ്റെ പരിപാടിയല്ല ഇവിടെ തീർന്നു. ഫുള്ള് പ്ലാന്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മറ്റേ ബേസിനൂടെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ പണി അത്രേ ഉള്ളായിരുന്നു. എന്തായാലും നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ജസ്റ്റ് ഒന്ന് വെള്ളം നിറയ്ക്കുക, ജസ്റ്റ് ആ പാലിടുക. എന്തായാലും മീനും കാര്യങ്ങളും നമ്മൾ ഇപ്പിടുന്നില്ല. നമ്മൾ നേരത്തെ ഗപ്പി വാങ്ങിച്ച് ആ ഒരു പോണ്ടിലിടുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അതിൽ തന്നെ നമ്മുടെ അതിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ 2 ചെറിയ ടാങ്കിലേക്ക് മാറ്റാനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഉണക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ബേസിനൂടെ നമുക്ക് മണ്ണിട്ടൊന്ന് അതിനകത്തു നിന്നൊരു പ്ലാന്റും പിന്നെ ബാക്കി അതിനകത്തു നിന്നുള്ള പ്ലാന്റുകളൊക്കെ ഇട്ട് അതുകൂടെ നമുക്ക് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ആ ഉണങ്ങാൻ വെച്ച ബേസിൻ നല്ലപോലെ നമ്മുടെ MCയിലൊക്കെ നല്ലപോലെ ഉണങ്ങി സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കണ്ട അത്യാവശ്യം പൊട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു MCയിൽ വെച്ച് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇതിനും ചോരത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും തന്നെ ഈ ഒരു ടാങ്ക് നമ്മൾ ഇതേപോലെ ഒരു തടിയുടെ മണ്ടയ്ക്കാണ് സെറ്റ്. അധികം താഴ്ചയില്ലാത്ത ബേസിനായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. പലരും കഴുകിയാണ് ഇതേപോലെ മണ്ണിടുന്നത്. നമ്മളിവിടെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെ ഈ ചെറിയ വേര് കല്ല് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ കൈ കൊണ്ട് ലെവൽ ചെയ്തിട്ട് അങ്ങ് എടുത്ത് കളയുന്നത്. ഈ ഒരു ചെറിയ ബേസിൽ നടാൻ വേണ്ടി നമ്മുടെ ആ ഒരു റിങ്ങി നിൽക്കുന്ന മറ്റേ പടർന്ന് കയറി വന്ന ചെടിയുടെ ആ ഒരു അറ്റം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് കിളിപ്പിച്ച ബേസിൽ നിന്ന് എടുക്കാനായിരുന്നു. പക്ഷേ അതിൽ കുറച്ചേ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ റിങ്ങിൽ നിന്ന് എടുത്തത്. അങ്ങനെ അതിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പൊങ്ങി വരാതിരിക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കല്ലൊക്കെ വെച്ച് നല്ലപോലെ ആ മണ്ണൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും. ആ ഒരു മണ്ണിന് വലിച്ചെടുക്കാൻ പറ്റുന്ന അത്ര നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഒരു കൈ വെച്ച് നമ്മൾ വെള്ളം പെതിയെ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാങ്കിലാണ് കേട്ടോ നല്ലപോലെ ആ ഒരു വെള്ളം കലങ്ങി വന്നത്. നേരത്തെ ആ ബേസിനിലാണെങ്കിൽ മണ്ണ് നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും കലക്കലില്ലായിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ കലങ്ങി നമ്മുടെ ആ ഒരു പ്ലാന്റ് പോലും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു കലക്കലിന് ഐസ് 2 ദിവസമോ 3 ദിവസമോ കാണത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വെള്ളം നല്ലപോലെ കണ്ണാടി പോലെ. പിന്നെ നമ്മൾ ആ നട്ട് കൊടുത്ത പ്ലാന്റും പിന്നെ ഇട്ട് കൊടുത്ത പ്ലാന്റും എല്ലാം കൂടെ മൊത്തത്തിൽ
പടർന്ന് കയറി നിൽക്കാൻ തന്നെ നല്ലൊരു രസമായിരിക്കും കാണാൻ. മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ 2 ടാങ്കിൻ്റെയും പരിപാടി ഇവിടെ കഴിഞ്ഞു. എന്തായാലും നമുക്കിനി നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്നും പിന്നെ നമുക്ക് ആ ഒരു റിംഗ് ടാങ്കിൽ നിന്നുള്ള പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെയും ഗപ്പിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ 2 ചെറിയ ടാങ്കിലേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമുക്ക് എന്തായാലും വൈകാതെ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തെങ്കിലുമൊക്കെ ബ്രീഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റാം. നമ്മൾ അന്ന് വാങ്ങിച്ചൊരു ഗപ്പിയാണെങ്കിൽ ബ്രീഡാവാനായിട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പം അത് ബ്രീഡായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഒരു ചെറിയ ചെറിയ ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എന്തായാലും ജസ്റ്റ് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു ഗപ്പി ടാങ്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചതേ ഉള്ളൂ. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം.